തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം. ലോകമെമ്പാടുമുള്ള ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പൊ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ മെയിൻ ആൾക്കാരെ സ്വാഗതം ചെയ്യേണ്ടതുണ്ട്. കാരികർ നമസ്കാരം, വെൽക്കം. നസീർക്ക സ്വാഗതം, ചേട്ടാ സ്വാഗതം, ഷാ ചേട്ടാ സ്വാഗതം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ആദ്യത്തെ സ്കിറ്റിലേക്ക് പോവാം. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സെൽവരാജ് ചേട്ടൻ, അമൽ ചേട്ടൻ ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കൊച്ചു പ്രദീപ്. മോഹനവർമ്മ, പാവപ്പെട്ട ഒരു വേലക്കാരിയായ എന്നെ കല്യാണം കഴിച്ചോളാന്നും പറഞ്ഞിട്ട് പറ്റിച്ചിട്ട് നീ ഈ ബംഗ്ലാദേശോ ഈ ബംഗ്ലാവല്ല, ഇതിലും വലിയ ബംഗ്ലാവിൽ കയറിയിരുന്നാലും നിന്നെ ഞാൻ പൊക്കും. 15 വർഷമായിട്ട് ഇവന്റെ വീട്ടിലെ വേലക്കാരിയാ ഞാൻ. പൊന്നെ പൊരുളേന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പ്രേമിച്ച് എന്നെ ചതിച്ച് അന്നേരൊക്കെ ഇവന് ഞാൻ സിനിമാ നടി കാജലായിരുന്നു. ഇപ്പൊ ഞാൻ അവര് ഒരു കാച്ചന്റെ ഇവനെ. നസീർക്കാതെ എന്നാ നോട്ടാത് റൂട്ട് മാറി വന്നിട്ട് എനിക്ക് മനസ്സിലായി. എന്റെ ദൈവമേ, ഒരു സുന്ദരിയായ പെൺകുട്ടിക്ക് ഈ ഫ്ലോറിൽ വന്ന് ഒരു മാത്ര പറഞ്ഞ് രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്ത കാലമായി. ഇവിടെ ഈ നിയമം കോടതിക്ക് ഉള്ളത് പലചരക്ക് കച്ചവടം നടത്താനല്ലടാ. അത് ഇന്ന് നിനക്ക് മനസ്സിലാവും, നോക്കിക്കോ. ഹലോ, SI ഗീവർഗീസ്. കവിത പോലീസിനൊപ്പം സ്റ്റേഷനിലിരുന്ന് ലുഡോ കളിച്ച എന്നെ ഇവിടെ ഒരു പ്രധാന പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയതാരാ? ഈ നിൽക്കണം ഞാൻ തന്നെ. നിങ്ങളാണോ പരാതിക്കാരി? പിന്നെ സാർ തന്നെ ഞാൻ നൈറ്റിട്ട കുറുവാപ്പറലാന്ന് വിചാരിച്ചോ? എന്നെ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. ഞാനേ ബാബു അണ്ണീനെക്കായും കേമിയാ. നിങ്ങൾ അങ്ങനെ പറയാൻ കാര്യം? ബാബു അണ്ണിയുടെ കയ്യിൽ നിന്ന് ഒരു ഐഫോൺ നിലത്ത് വീണ നീ താഴെ വീണ പൊട്ടി ചിതറിപ്പോവും. എന്റെ കയ്യിൽ നിന്ന് വീണാണ്ടല്ലോ ഒരു പോറൽ പോലും പറ്റില്ല, അറിയാവോ? പോലും പറ്റില്ലെന്നോ? അല്ല അമ്മായി, എന്താ പ്രശ്നം? അമ്മായിയോ? നിങ്ങക്ക് നല്ല പ്രായം ഉണ്ടല്ലോ. ആര് പറഞ്ഞു പ്രായം ഉണ്ടെന്ന്? ഇൻസ്റ്റാഗ്രാമിലുള്ള എന്റെ ബെസ്റ്റി പറഞ്ഞേക്കണ എന്നാന്നറിയാവോ? എന്നെ കാണാൻ സിനിമ നടി അനാർക്കലി മരക്കാത്ത കൂട്ടാന്ന്. എത്ര നാളായി ഞാൻ സ്റ്റേഷനിൽ പരാതി വന്നിട്ട് ഇപ്പോഴാണ് തള്ളി പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് കയറി വന്നത്. പൊന്നെ, അതല്ല പ്രശ്നം. 5-6 ദിവസമായിട്ട് ആശുപത്രിയിലായിരുന്നു. എന്നാ കാര്യത്തിന്? എനിക്ക് ഭയങ്കര കൊളസ്ട്രോള്. എങ്ങനെ കൊളസ്ട്രോൾ വരാതിരിക്കും? അതിന് ആശുപത്രി പോയിട്ട് കാര്യമല്ല, ഈ പേര് മാറ്റണം. നെയ്യുള്ള പേരും വെച്ചോണ്ട് നടക്കുക. നെയ്യുള്ള പേര്? ഈ വർഗീസ്, അത് തന്നെ നെയ്യല്ലേ? ഞാൻ ഈ വന്ന വണ്ടി തന്നെ കയറി പോട്ടെ. വേണ്ട. എന്നാ നീ പറ, നീ എന്തിനാ എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയത്? എന്റെ സാറ്, 15 വർഷമായിട്ട് ഈ മോഹനവർമ്മയുടെ വീട്ടിലെ വേലക്കാരിയാ ഞാൻ. ഈ ദുഷ്ടൻ എന്നെ കല്യാണം കഴിച്ചോളാന്ന് പറഞ്ഞിട്ട് വഞ്ചിച്ചു. ഇതിന് സാർ എനിക്കൊരു തീരുമാനം ഉണ്ടാക്കി തന്നെ. ഇല്ല, നിങ്ങൾ എന്നിൽ നിന്ന് എന്ത് നീതിയാണ് പ്രതീക്ഷിക്കുന്നത്? എന്നാക്കത്തരം നീതി ഉണ്ട് സാറിന്റെ അടുത്ത്? നീതി ഉണ്ടെന്നോ? ഞാൻ എന്നാടി കോട്ടലിൽ മെനു കാർഡ് കൊണ്ട് നടക്കണം മനുവണ്ണനോ? അതല്ല, അപ്പൊ എന്നാ നീതിയെ വേണ്ടെന്ന് ചോദിച്ചാൽ? അതല്ല ഞാൻ ചോദിച്ചത്. നിങ്ങൾ എന്നിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന്? മോഹനവർമ്മ വേറെ കല്യാണം കഴിക്കാൻ പോണ കാരണം ഇനി അവിടെ നിന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല. അതുകൊണ്ട് സാർ എനിക്കൊരു ജീവിതം തരാവോ? അതിലും വേണം ഞാൻ വല്ല വിഷം കഴിച്ചിട്ട് കടലിട്ട് ചാടുന്നല്ലേ? അതെന്നാ കാര്യത്തിന് വിഷം കഴിച്ചു പിന്നെ കടലിൽ ചാടുന്നത്? എങ്ങാനും വിഷം കഴിച്ചിട്ട് ചത്തില്ലെങ്കിൽ നീ എന്നെ എടുത്തോണ്ട് പോയി കല്യാണം കഴിക്കും. അത് കഴിക്കും. കടലിൽ ചെല്ലുവാണെങ്കിൽ മരണമെങ്കിലും കൺഫേം ആക്കാം. അപ്പൊ മോഹനവർമ്മയെ വിളിച്ചാലോ? വിളിക്കേ. മോഹനവർമ്മ, നീ ഇറങ്ങി പോണോ? ഇന്ന് നിന്നെ ഞാൻ പൊക്കും. മോഹനവർമ്മ ഇറങ്ങി പോടാ. സാറേ, എന്താ സാറേ വിളിച്ചേ? അല്ല, അതന്നെ ഒരു എൻട്രി മ്യൂസിക് ഇല്ലാണ്ട് കയറി വന്നത്. എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരാൻ എന്തിനു സാറേ എൻട്രി മ്യൂസിക്? വന്നാ പോരെ സാറേ, എത്തിയല്ലോ. എന്താ സാറേ വിളിച്ച കാര്യം? ഇതെന്നാ കാണിക്കത്? നാണം കൊണ്ട് കളം വരയ്ക്കുക. ഞാൻ ഓർത്ത് സ്വന്തമായിട്ട് കുഴി കുത്തിട്ട് അതിനകത്തേക്ക് ചാടാനുള്ള പരിപാടിയാണ്. കാര്യം എന്നെ പറ്റിച്ച ദുഷ്ടനാണെങ്കിലും ഇങ്ങനെ കാണുമ്പോ എനിക്ക് നാണം വരും. നിന്റെ പേര് പറടാ. സാറേ, എന്നെ ഇവിടെ അറിയപ്പെടുന്നത് ഈ പ്ലാവിൻ മുകളിൽ മോഹനവർമ്മ എന്നാണ്. പ്ലാവിൻ മുകളിൽ മോഹനവർമ്മയല്ലോ, പിന്നെ പ്ലാവിൻ മുകളിൽ ചക്കയല്ലേ? സാറിന് ഈ അച്ഛൻ മരിച്ച വഴിയിലാണ് സാറേ ഈ ജോലി കിട്ടിയ. എങ്ങനെ മനസ്സിലായി? വീട്ടിനകത്തിരുന്ന് എന്നെ വിളിച്ചിറക്കി ഈ കൗണ്ടർ അടുപ്പിച്ച്. അതാണോ ഞാൻ പറഞ്ഞു വന്നത്? നിനക്ക് ഈ നിൽക്കുന്ന സ്ത്രീനെ അറിയാമോ? ഇല്ല, അറിയില്ല സാറേ, ആളിനെ അറിയില്ല. ഇപ്പൊ അവര് കണ്ണി കുരു 15 വർഷം എന്റെ പിന്നാലെ നടന്ന് എന്നെ ചതിച്ചിട്ട് ഇപ്പൊ നിനക്ക് എന്നെ അറിയാൻ മേലല്ലടാ. നമ്മുടെ വേലക്കാരി ഉണ്ണിമേരി. ഉണ്ണിമേരി എന്നാണ് ഇവരുടെ പേര്? അല്ല, ആ പേരുള്ളോണ്ടല്ലേ ഞാൻ ഇവിടെ വേലക്കാരി ആക്കിയത്. ഇല്ലെങ്കിൽ ആ പടിക്ക് പുറത്ത് നിൽക്കാൻ പറഞ്ഞാ. പടിക്ക് പുറത്ത് നിർത്തണമായിരുന്നു. എന്നെ ഇങ്ങനെ കെട്ടിയില്ലെങ്കിൽ
ഈ കാണുന്ന മാവേലി ഞാൻ തൂങ്ങും. അതൊരിക്കലും നടക്കൂല സാർ. ഇവൻ ഇതല്ല ഇതിലപ്പുറം പറയും. അങ്ങനെ പറയും. ഈ കഴിഞ്ഞ ഫെബ്രുവരി 14 എനിക്ക് അരഞ്ഞാണം വരെ മേടിച്ചുകൊണ്ട് തന്ന ഇങ്ങേര്. ഉമ്മ സാറേ, എന്റെ കയ്യിൽ നിന്ന് ഒരു കൈ ചെയിൻ ഊരി താഴെ പോയി. ഞാൻ എടുത്ത് എവരെ കൈ കൊടുത്തു, അത് അവർക്ക് അറിഞ്ഞാണം. കണ്ട ഇപ്പൊ പറയുന്നത് കേട്ടോ. മീശമാധവൻ സിനിമ കണ്ടേച്ച് വൈകുന്നേരം 11 മണിയായപ്പോ ഒരു കെട്ട് മയിൽപീലിയായിട്ട് വന്നേക്കണു. ആ അരഞ്ഞാണം കട്ടുകൊണ്ട് പോകാനായിട്ട്. ഈ നിൽക്കണ ദുഷ്ടൻ. സാറേ, ഞാൻ അത്തരം പരിപാടികളൊന്നും ചെയ്യൂലെന്ന്. കാരണം എന്താണെന്നറിയാം, എന്റെ തറവാടിന് എന്റെ അച്ഛനും യോജിച്ച കാര്യങ്ങളല്ല അത്തരം കാര്യങ്ങൾ. കാരണം എന്റെ അച്ഛൻ ആരാന്നറിയാമോ? സ്വാതന്ത്ര്യ സമര സേനാനിയാണ് സാറേ. ഈ ഒരു സ്വാതന്ത്ര്യ സമര സേനന്റെ മോനാണോ? അതെ. കൺഗ്രാചുലേഷൻസ്. അച്ഛനിപ്പോ എവിടെയാ? ആവളന്നിരിക്കുവാണോ? അല്ല, അച്ഛൻ മരിച്ചുപോയി. എങ്ങനെയാ മരിച്ചതെന്നറിയോ? അയ്യോ ഇല്ല, വല്ല സമരത്തിൽ പങ്കെടുത്തായിരിക്കും. സമരത്തിൽ പങ്കെടുത്തല്ല, പിന്നെ ആറ്റിങ്കടയിൽ കുളിക്കട കാണാൻ വേണ്ടി പോയിരുന്ന ഒരു ചേച്ചി 501 വാർസോപ്പ് എടുത്ത ഒരു ഒറ്റയേറ് അത് കൊണ്ട് ഈ കിളവൻ ചത്തത്. അത് പിന്നെ 501 മോനെന്ന് ഈ പുള്ളിനെ നാട്ടിലെ ആൾക്കാർ വിളിക്കണത്. ഞാൻ 1 മണിക്ക് ഒരു ജ്യൂസ് കുടിക്കുന്ന ശീലമുണ്ട്. ഒന്ന് പോയിട്ട് വന്നാൽ. ഒരു ജ്യൂസും കുടിക്കണ്ട, നീ ഇവിടെ തന്നെ നിന്നാ മതി. ഈ കുടുംബമൊന്നുമല്ല എന്റെ ഫാമിലി. ഈ നാട്ടിലാകെയുള്ള ഒരു തറവാടിത്തുള്ള ഒരു പെണ്ണുണ്ടെങ്കിൽ അത് ഞാനാ. ആദ്യം നീ ആ ചെവിന്ന് കട്ടൻ പീടി എടുത്ത് മാറ്റി, എന്നിട്ട് ഇത് പറയ കേട്ടോ. ഉടായ്പ ടീമാണ് സാറേ ഇവരൊക്കെ. ഉടായ്പൊന്നുമല്ല. നിങ്ങളുടെ രണ്ടുപേരുടെ അടുത്ത് ആരുടെ അടുത്തും പറയാത്ത ഒരു സത്യം ഞാൻ പറയും. എനിക്ക് വയറ്റിലുണ്ട്. അത് വല്ല കൊക്കോ പുഴുവായിരിക്കും. അതല്ലെന്ന്, ഇങ്ങേരിൽ നിന്ന് ഞാൻ ഗർഭിണിയാന്ന്. എനിക്ക് ഗർഭമുണ്ടെന്ന്. മിസ്റ്റർ മോഹനവർമ്മ, ഇവിടെയാണ് നിങ്ങൾ പൊളിഞ്ഞു പോയിരിക്കുന്നത്. നിങ്ങൾക്ക് IPC സെക്ഷൻ എന്തെങ്കിലും അറിയാമോ? ഇല്ല. എന്നാൽ കിടക്കി, പിന്നെ കിടക്കി. IPC സെക്ഷൻ 142, 643, 347, 1556 പ്രകാരം ഒരു പെൺകുട്ടിയെ പ്രേമിച്ച് അവളെ വഞ്ചിച്ച് അവളുടെ വയറ്റിൽ ഗർഭം വരെയായി നിങ്ങളെ ഞാൻ അഴിയണ്ടിക്കും. എന്താ നീ ഞെട്ടാത്തെ? സാറേ, കുടംപുളിയിട്ട് മീൻകറി വെച്ച ഏത് പെണ്ണ് സാറേ ഗർഭിണിയാവുന്ന? അത് മാത്രമേ ഈ സ്ത്രീ ഈ വീട്ടിൽ ചെയ്തിട്ടുള്ളൂ, അല്ലാതെ ഒരു കാര്യം ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെയാ സാറേ? പിന്നെ അവരുടെ വയറ്റിൽ മോഹനവർമ്മ ഉണ്ടെന്ന് പറഞ്ഞത്? എവിടുന്നാ മോഹനവർമ്മയുടെ ഒരു കൊച്ചു പ്രതിമ എടുത്ത് വിഴുങ്ങിയായിരിക്കും, അല്ലാതെ വരാൻ ഒരു വഴിയില്ല സാർ. മിസ്റ്റർ മോഹനവർമ്മ, എന്നെങ്കിലും ഈ നിൽക്കുന്ന സാധനത്തിനെ നിങ്ങൾ പ്രണയിച്ചിട്ടുണ്ടോ? സാറേ, 4 മണിക്ക് നമുക്ക് കാപ്പിയുടെ കൂടെ സമൂസ ഇല്ലെന്ന് വിചാരിച്ച് ആരെങ്കിലും പന്നിപ്പടം കൊടുത്ത് കടിക്കോ സാർ? ഇല്ലല്ലോ സാറേ. പിന്നെ എന്തിനാണ് അവരെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്? സാർ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത്. ഇതിപ്പോ എന്നാ സംഭവം എന്നാണെന്നറിയാമോ? ഇത് നിങ്ങൾക്ക് ജീവിതത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു പക്വത ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. മിസ്റ്റർ മോഹനവർമ്മ, നമുക്ക് ഈ കേസ് എവിടെയെങ്കിലും കൊണ്ട് നിർത്തണ്ടേ? അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് നിങ്ങൾ ഈ പെൺകുട്ടിക്ക് നല്ലൊരു ജീവിതം കൊടുക്കൂ. സാറേ, നമ്മുടെ ഈ ബുർജ് ഖലീഫ മുകളിൽ നിന്ന് സാർ എന്റെ അടുത്ത് പാരച്ചൂട്ടില്ല ചാടാൻ പറഞ്ഞാൽ ഞാൻ ചാടും. പക്ഷെ ഇത് എനിക്ക് വേണ്ട. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല മിസ്റ്റർ മോഹനവർമ്മ. ആ കുട്ടി ഇവിടെ വന്ന് കരയുമല്ലേ? ആ കുട്ടീനെ നിങ്ങൾ കല്യാണം കഴിക്കൂ. സാർ, ഇത് സാറിന്റെ പെങ്ങളാണോ? എന്റെ പെങ്ങളൊന്നുമല്ല. എന്നെ അങ്ങനെ വെച്ചത് അല്ല. എങ്ങനെ കറക്കി തിരിച്ചു പിടിച്ചാലും എന്റെ തലയെ കൊണ്ടുവെക്കുന്നത്? അല്ല മോഹനവർമ്മ, നിങ്ങൾ ഈ കുട്ടിക്ക് ഒരു ജീവിതം കൊടുത്താൽ ഈ സംഭവം മുന്നോട്ട് പോകത്തുള്ളൂ. എനിക്ക് കൊടുക്കാൻ പറ്റത്തില്ലെന്ന്. എന്റെ സാറേ, എന്റെ നൃത്തങ്ങൾ കണ്ടിട്ടാണ് ഇങ്ങനെ എന്റെ വലിയ ഫാനായത്, അറിയാവോ? നിങ്ങൾ ഡാൻസ് ഒക്കെ കളിക്കോ? പിന്നെ ഈ വീട്ടിൽ ആരും ഇല്ലാത്തപ്പോ എല്ലാരും പുറത്തു പോകുന്ന സമയത്ത് എനിക്ക് സമയം പോകാൻ വേണ്ടിട്ട് ഞാൻ നൃത്തദേവീനെ ഉപാസിക്കും സാറേ. ഞാൻ നല്ല ഡാൻസ് കളിക്കും. ആണോ? എനിക്കങ്ങനെ വിശ്വാസമല്ല. എന്നാ ഒന്ന് കാണിച്ചു നമുക്ക് ഡാൻസ് കളിക്കാം. എടാ കൊച്ചാ, പാട്ടൊന്നും ഇട്ടടാ. കണ്ണോട് കണ്ണിടയും കരിവണ്ണിന്റെ കണ്ണുള്ള പെണ്ണല്ലേ നീ. കണ്ണോട് കണ്ണിടയും പകലാറവേ ചായവേ മഴച്ചാരവേ മയിലാടവേ. പകലാറവേ ചായവേ മഴച്ചാരവേ മയിലാടവേ. മറിമാൻമിഴി നിന്നുടെ പൂങ്കവിൽ ഉള്ളിയതാരാണു പെണ്ണേ കണ്ണോട്. എങ്ങനെയുണ്ട് സാറേ? കിടക്കില്ലേ? മിസ്റ്റർ മോഹനവർമ്മ, സാർ, നിങ്ങൾ ആദ്യം ബുർജ് ഖലീഫ എന്ന് ചാടണമെന്ന് പറഞ്ഞപ്പോൾ ആ പറഞ്ഞ സാധനത്തിന്റെ ആഴവും വ്യാപ്തിയും ആന്തരികാവസ്ഥയും എനിക്ക് മനസ്സിലായില്ല. ഇത് നേരിട്ട് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിന്റെ എന്തോരം ഇളകി കിടക്കുവാന്ന്. നിനക്ക് ഇവിടെ കല്യാണമില്ല, നീ ഇറങ്ങി പോകുന്നു. മഹാ ഉടായ്പ നീ. അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മോഹനവർമ്മ എന്നെ കെട്ടാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. മോഹനവർമ്മയെ കെട്ടാൻ ഞാനും കൂട്ടി നിൽക്കത്തില്ല. നീ ഇറങ്ങി പോകണം. പോകത്തില്ലേ? ഞാൻ പോവില്ല. ഉറപ്പാണ്? ഉറപ്പ്, ഞാൻ പോവില്ല. നീ എന്നെ കെട്ടണം, ഞാൻ പോവില്ല. കടുങ്കൈ ഞാൻ ചെയ്യും. നീ എന്ത് ചെയ്യണം? ഇവിടുന്ന് ഇപ്പൊ പൊക്കോളണം. സാറേ, എനിക്ക് പോലീസിന്റെ പ്രൊട്ടക്ഷൻ വേണം. എടുക്കാനായിട്ട് എന്നെ ഈ കാലനി ഇവിടെ വച്ച് തീർക്കാനുള്ള പരിപാടിയാ. മാരകായുധമായിട്ട് നിൽക്കുന്നത്. അത് കൊതുകിനെ തല്ലണ വാറ്റല്ലേ? അത് നിങ്ങക്ക്. എനിക്കിത് മൂലമറ്റം പാറു ഹൗസാ. ജീവൻ നേടി ഓടിക്കോ. മിസ്റ്റർ മോഹനവർമ്മ, അവരൊരു ഓടി രക്ഷപ്പെട്ടു. നമ്മൾ ഇനി എന്ത് ചെയ്യും? ക്ലൈമാക്സിനുള്ള ഒരു പഞ്ചും ഇല്ലല്ലേ? അടിപൊളി കൊച്ചുറുദേട്ടാ, നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ കാണാനായിട്ട്. ഈ ഒരു സ്കിറ്റ് എങ്ങനെയുണ്ട് എന്ന് നമുക്ക് ചോദിക്കാം. സോ യെസ്, നസീർക്ക പറഞ്ഞോ. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ ഈ സ്കിറ്റ്? കൗണ്ടർ കുറവായിരുന്നു.
കൗണ്ടർ കുറവായിരുന്നു, തീരെ കുറവായിരുന്നു കൗണ്ടർ ഇല്ല. പക്ഷെ നിങ്ങൾക്ക് പറ്റിയൊരു സാധനവും അല്ല ഇത്. നിങ്ങളുടെ കയ്യിലൊക്കെ കിട്ടുന്ന നല്ല ഹൈ പവർ സാധനങ്ങൾ, നല്ല ചിരിക്കാനുള്ള കൗണ്ടറുകൾ നിറച്ച സാധനങ്ങളാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടേണ്ടത്. ഈ സ്കിറ്റ് നിങ്ങൾക്ക് പറ്റുന്നതല്ല. എന്തൊക്കെയോ ഇടച്ചിലുകളും പോരായ്മകളൊക്കെ ഉണ്ട്. നിങ്ങളുടെ കുഴപ്പമല്ല കേട്ടോ, നിങ്ങളെ കുഴപ്പമേ പറയുന്നില്ല. ആർട്ടിസ്റ്റ് ബേസിൽ നിങ്ങൾ 3 പേരെയും കുഴപ്പം പറയുന്നില്ല, സ്കിറ്റിലാണ്, നമുക്ക് ത്രെഡിലാണ് പ്രശ്നം ഇരിക്കുന്നത്. സെൽവൻ ഒന്നുകൂടെ ആക്റ്റീവ് ആണ്. അടുത്ത പ്രാവശ്യം സ്ക്രിപ്റ്റിന് വേണ്ടിയിട്ട് നല്ല മെനക്കിടണം. ശരി എന്നാ. താങ്ക് യു ഫോർ ദ കറക്ഷൻസ്. ചേട്ടാ, നമുക്ക് ഈ നെഗറ്റീവ് പറയാൻ ഭയങ്കര വിഷമമാണ്. കാരണം ഞാൻ പോസിറ്റീവിന്റെ അങ്ങേയറ്റുള്ള ഒരാളാണ്, എവിടെയും ചിരി കണ്ടെത്താൻ ശ്രമിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഈ സംക്രാന്തി പറഞ്ഞതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാൻ എനിക്ക് വിഷമമുണ്ട്. ഒന്ന്, ക്ലൈമാക്സിൽ നിങ്ങൾ പതറിയപ്പോൾ തന്നെ മനസ്സിലായി ഇത് ക്ലൈമാക്സ് ഇല്ല, എന്നിട്ട് ചിരിയുണ്ട് പറഞ്ഞ് വെറുതെ രക്ഷപ്പെട്ട് അങ്ങോട്ട് പോവാ. അപ്പോൾ ക്ലൈമാക്സിന് ഒരു പഞ്ച് വേണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ മനസ്സിലായി ഇതിനു വേണ്ടി ഒരു ഹോംവർക്ക് ശരിക്കും ചെയ്തിട്ടില്ല എന്നുള്ളത്. പിന്നെ അവിഹിത ഗർഭം എന്ന് പറയുന്നത് നമ്മൾ ഓർമ്മ വെച്ച കാലം മുതലുള്ള കോമഡിയാണ് അല്ലേ. അത് പ്രദീപ് ആയതുകൊണ്ടാണ് കുറച്ചെങ്കിലും ഹോൾഡ് ചെയ്തത്. എനിക്കൊന്നും നിങ്ങൾക്ക് സമയം കിട്ടിയിട്ടില്ല വർക്ക് ചെയ്യാൻ. ത്രെഡിനെ നിങ്ങൾ ഒരിക്കലും പിന്നിലേക്ക് പോകരുത്. അത് ഒരുപാട് സ്റ്റെപ്പുകൾ താഴേക്ക് പോകും, പിന്നെയും കയറേണ്ടി വരും. ഒരു ലെവലിൽ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് പോയില്ലെങ്കിൽ ലൈക്സ് കുറഞ്ഞു പോകും. ഓക്കെ, താങ്ക് യു ടിനി ചേട്ടാ. ഷാ ചേട്ടാ, തുടക്കം വളരെ നന്നായിട്ട് തുടങ്ങിയത്, പിന്നെ എവിടെയൊക്കെയോ ഒരു മിസ്സായ പോലെ തോന്നി. തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു തിരിച്ചുവരവാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഗംഭീരമായിട്ടുള്ള സ്കിറ്റുകളായിട്ട്, ഏറ്റവും കൂടുതൽ പൈസ വാരുന്ന ഒരു സ്കിറ്റുമായിട്ട് ഉടനെ വരിക. അപ്പം നമുക്ക് അടുത്ത തവണ ഗംഭീരമാക്കാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ ഒരു കാര്യം ചെയ്യാം ജഡ്ജസ്, നമ്മുടെ ഈ ഒരു മൂടൊന്ന് ലൈറ്റ് ആക്കാനായിട്ട് ഇവിടെ കുറച്ചധികം ആൾക്കാർ വന്നിട്ടുണ്ട്. ഞാൻ അവരെ ഇങ്ങോട്ട് വിളിക്കട്ടെ? നമുക്ക് സ്വാഗതം ചെയ്യാം. നമ്മുടെ അമലിന്റെ സ്വന്തം ഫാമിലി ഇവിടെ വന്നിട്ടുണ്ട്. അമൽ തന്നെ എന്നാ അവരെ ഇങ്ങോട്ട് വിളിച്ചോ. എവിടെ ഇരിക്കുന്നു? വാന്ന് പറഞ്ഞ വരൂ. ജഡ്ജസ്, ഇതാണ് നമ്മുടെ അമലിന്റെ ഫാമിലി. അല്ല, അമലെ കുറെ നാളായിട്ട് കൊണ്ടുവരാന്നിങ്ങനെ പറയുകയല്ലാതെ കൊണ്ടുവന്ന് കണ്ടില്ല. പക്ഷെ ഇന്ന് കൊണ്ടുവന്നു. അമലെ, നീ തന്നെ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന് പറഞ്ഞതാ. ഇത് ചേച്ചി അലീന, അമ്മ ലിസ, അമ്മൂമ്മ, അച്ഛൻ്റെ അമ്മ അനിയത്തി. നിങ്ങൾ 3 മക്കളാ? ഞങ്ങൾ 3 പേരാ. ഈ ഫാമിലിനെ പരിചരിക്കുന്നതിന്റെ ഇടയിൽ സ്ക്രിപ്റ്റ് മറന്നുപോയതാണ്. അമ്മ പറയൂ മോനെ കുറിച്ച്, അമലിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അമ്മ പറയൂ. വീട്ടിലൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണോ? കോമഡി തമാശകളൊക്കെ പറയുമോ? തമാശയൊക്കെ കുറച്ച് പറയാറുണ്ട്. ഏറ്റവും കൂടുതൽ ചിരിക്കുന്ന അമ്മൂമ്മയാണെന്ന് തോന്നുന്നു അല്ലേ വീട്ടിൽ? അമലെ ശരിക്കും എൻജോയ് ചെയ്ത് ചിരിക്കുന്നത് അമ്മൂമ്മ. ഭയങ്കര ചിരിയായിരുന്നു. എല്ലാവരും സ്കിറ്റൊക്കെ കണ്ട് ഭയങ്കര ചിരിയാ. അമലിനെ ഞങ്ങളുടെ ഇവിടുത്തെ ശരിക്കൊരു ബേബിയാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ഇഷ്ട കഥാപാത്രമാണ്. സ്കിറ്റുകളൊക്കെ കാണാറുണ്ട്? ഞങ്ങൾ എന്നും കാണാറുണ്ട്. നമ്മളാ പറയുന്ന അഭിപ്രായമൊക്കെ കണ്ടിട്ടുണ്ട് അതിൻ്റെ. അത് കണ്ടല്ലേ? അപ്പൊ ഞങ്ങളോട് എന്ത് തോന്നുന്നു? നമ്മളോട് ദേഷ്യം തോന്നാറുണ്ട്? മോശമായിട്ടൊക്കെ ഇല്ല, അങ്ങനെയൊന്നുമില്ല. എന്താണ് മോളെന്താണ്? ഞാൻ PG കഴിഞ്ഞിട്ട് നിൽക്കുക. ഈ അറ്റത്തിരിക്കുന്ന ആളെ അലി എത്രയിലാ പഠിക്കുന്നത്? ഡിഗ്രിക്കാണ്. ഓൾറൈറ്റ്. അപ്പൊ ആരാണ് അമലിന്റെ ഇതിനോടുള്ളൊരു താല്പര്യം തിരിച്ചറിഞ്ഞത് ആന്റി? സ്കൂളിൽ ചെന്നപ്പോ അങ്ങനെ മിമിക്രി കളിക്കുമായിരുന്നു, പിന്നെ മോണക്റ്റ് അങ്ങനെയൊക്കെ തന്നെ കളിക്കുമായിരുന്നു. പിന്നെ TVയിലൊക്കെ കണ്ട് അത് അവൻ തന്നെ അത് അഭിനയിച്ച് കളിക്കുക. അപ്പൊ ഞങ്ങളോട് ചോദിക്കും ശരി നല്ലതാണോന്ന്. അപ്പൊ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും. ഓ കൊള്ളാല്ലേ. അമ്മൂമ്മ ചിരിച്ചോണ്ട് നിൽക്കണം. അമ്മൂമ്മയൊക്കെ ഒന്ന് മൈക്ക് കൊടുക്കാവോ? അമ്മൂമ്മക്ക് എന്താ പറയാനുള്ളത് ഈ പ്രോഗ്രാമൊക്കെ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ? എന്താ പറയുക? ഒത്തിരി ഇഷ്ടമുണ്ട്. ആണല്ലേ? ഇഷ്ടം മാത്രമേ ഉള്ളൂ, കാരണം വെച്ചാൽ മൊത്തം മുഴുവൻ ഇഷ്ടാ. പിന്നെ ഇവിടുന്ന് കുറെ കാശ് മേടിക്കണ്ട, അതൊക്കെ കൊണ്ടു തരാറുണ്ടോ വീട്ടിൽ? തരും. അവന്റെ പരിപാടി എപ്പോഴും കാണും. ഞങ്ങളെ എന്നും ഞാൻ നിർബന്ധിക്കും അവരോട്. ഇപ്പൊ പുറത്തൊക്കെ ഇറങ്ങാൻ ഭയങ്കര അഭിമാനമായിരിക്കും അല്ലേ? അമലിന്റെ അമ്മ, അമലിന്റെ സിസ്റ്റേഴ്സ്, അമലിന്റെ അമ്മൂമ്മ എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ പറയല്ലേ? പറയുന്ന അമല് സൈഡിൽ നിന്നിട്ട്. നിങ്ങൾ പഠിക്കുന്ന സ്കൂളിലൊക്കെ ബ്രദറിനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കാറുണ്ടോ? ഉണ്ടോ? എന്താ അവര് പറയുന്നത്? അവൻ പഠിക്കുന്ന സ്കൂളിൽ തന്നെയാണ് ഞാൻ പഠിച്ചോണ്ടിരുന്നേ. ചേട്ടൻ സ്കൂളില് ചേട്ടൻ മിമിക്രി ചെയ്യുമ്പോഴത്തേക്കും ഞങ്ങള് പോയി കാണാറുണ്ട്. ടീച്ചർമാർക്കൊക്കെ ഇവൻ മിമിക്രി ചെയ്യുമ്പോഴത്തേക്കും എന്നെ ഭയങ്കര കാര്യമാണ്. അവൻ മിമിക്രി ചെയ്യുമ്പോൾ എന്നെ ഭയങ്കര കാര്യമാണ്. എന്തായാലും കൊള്ളാം, അടിപൊളി. ഈ അമല് ഇങ്ങനെ ആകുമെന്ന് അമ്മ എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ? ഇത്രയും വലിയൊരു ഫ്ലോറിൽ ഇത്രയും കോടിക്കണക്കിന് ജനങ്ങൾ കാണുന്ന ഒരു ഷോയിൽ വന്ന് ഹിറ്റായിട്ട് നിൽക്കുന്നത് എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടോ? എന്താണ് അമ്മയ്ക്ക് ഇവനെ കുറിച്ചുള്ള പ്രതീക്ഷ മുമ്പോട്ട്? ഇതുപോലൊരു ഫ്ലോറിൽ ഇങ്ങനെ എത്തിപ്പെടും ഞാനൊരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്നാലും എവിടെയെങ്കിലൊക്കെ പരിപാടി ഉണ്ടെങ്കിൽ പോയി കാണുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇത്രയില് വന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷിക്കുന്നു. അമ്മയ്ക്ക് എന്ത് ജോലിയാ? ഞാൻ കാക്കനാട് ഒരു കമ്പനിയിൽ ജോലിക്ക് പോകുന്നുണ്ട്. കാക്കനാട്. അമലിന്റെ അച്ഛൻ
മരിച്ചുപോയി. അച്ഛൻ 2 വർഷം മുമ്പ് മരിച്ചുപോയി. അച്ഛന്റെ പേരെന്തായിരുന്നു? സാജു. സാജു. ബാൻഡ് മേളത്തിനൊക്കെ പോകുന്നുണ്ട്, പള്ളിപ്പെരുന്നാളിനൊക്കെ അങ്ങനെ. കലയുണ്ട് വീട്ടില്. അവിടെ നിന്നാണ് റൂട്ട് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം കേട്ടോ. അമ്മല് കുറെ ആയിട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞു, ഇപ്പൊ കൊണ്ടുവന്നല്ലോ. ഞങ്ങൾക്ക് കണ്ടതിൽ വളരെയധികം സന്തോഷം അല്ലേ? തീർച്ചയായിട്ടും. പിന്നെ നസീർക്ക്, അത് ഞാനുള്ള ദിവസം കൊണ്ടുവരാൻ പറ്റിയത്, എനിക്ക് കാണാൻ പറ്റിയതിൽ അമൽ താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പം എന്തായാലും നമുക്ക് ഇനി അവരെ അങ്ങോട്ടേക്ക് ഇരുത്തിയിട്ട് പാട്ടിലേക്ക് പോവാം അല്ലേ? അപ്പൊ താങ്ക് യു സോ മച്ച്. അമലിന്റെ ഫാമിലി നമ്മളെ ജോയിൻ ചെയ്തതിൽ സീറ്റിലേക്ക് ഇരിക്കാം കേട്ടോ. PTA മീറ്റിംഗിലൊക്കെ ഉള്ള പോലെ പാരന്റ്സ് മീറ്റിംഗ് കഴിഞ്ഞു. ഇനിയിപ്പോൾ റിസൾട്ട് അറിയണ സമയമാണ്. നമുക്ക് നേരെ ജഡ്ജസിലേക്ക് പോകാം. ഓക്കെ, ഷാചേട്ടൻ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പറഞ്ഞോ ചേട്ടാ. ഒരു 6,000. 6,000. ഓക്കെ, 6,000 രൂപ കൊടുത്തു അല്ലേ? ഞാനൊരു 5,000 രൂപയും കൂടെ കൂടെ വെക്കുക. ഓക്കെ, നസീർക്ക് 5,000 രൂപ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് 11,000 രൂപയായിട്ടുണ്ട്. ഇനി ടിനിച്ചേട്ടന്റെ കയ്യിലാണ് അന്തിമ തീരുമാനം ഇരിക്കുന്നത്. ടിനിച്ചേട്ടാ പ്ലീസ്. സന്തോഷമില്ല 5,000 രൂപയൊന്നും കിട്ടിയിട്ട്. ഇതെങ്ങനെ 20,000 രൂപയാണ് ലഭിച്ചിരിക്കുന്നത്. കുഴപ്പമില്ല, നമ്മുടെ ജഡ്ജസ് നേരത്തെ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റിലൊക്കെ വർക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇനിയും ഇവിടെ വരാം. ബിക്കോസ് ഈ വേദി നിങ്ങളുടേതാണ്. ഇവിടെ കഴിവ് തെളിയിച്ചിട്ടുള്ള കലാകാരന്മാരാണ് നിങ്ങൾ. താങ്ക് യു. അടുത്തതായി ഇനി നിങ്ങൾക്ക് മുന്നിൽ ഒരു സ്കിറ്റുമായി വരുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ബിജു വർഗീസ് ഏട്ടൻ, സുധീഷ് ഏട്ടൻ ആൻഡ് സൂര്യശ്രീ ചേച്ചി. എടി, ഇങ്ങനെ ചെയ്യുമ്പോ എനിക്ക് എന്തോ ഓർമ്മ വരുന്ന അറിയുമോ? അടുക്കളയിൽ ആരും കാണാതെ ഞാൻ തേങ്ങ തിരുമല്ല, അതുപോലെ എനിക്ക് തോന്നണ്. പ്രേമു, നിന്റെ മുടിയൊക്കെ പൊഴിഞ്ഞു തുടങ്ങി കേട്ടാ. അതല്ലേലും ചിന്തകൾ കൂടുമ്പോ മുടി പൊഴിയും ചേട്ടാ. അയ്യോ, അപ്പൊ മൊട്ടരാന്തരനൊക്കെ ഭയങ്കര ചിന്തയായിരിക്കും അല്ലയോ? ഇവിടുന്ന് നേരെ അങ്ങ് തമിഴിലോട്ട് പോയോ? അല്ല, നോക്കട്ടെ, നടേ ഷാമ്പു ഇട്ട് കുളിക്കണം കേട്ടോ. തലേ മൊത്തം താരം വളർന്നിട്ടുണ്ട്. തലേ പിന്നെ താരനല്ലാതെ കോഴിക്കുഞ്ഞുങ്ങളെ വളർത്താൻ പറ്റുമോ? അതാരാ പറഞ്ഞേ? അതാരാ പറഞ്ഞേ? ഞാനാ. കോഴിക്കുഞ്ഞുങ്ങളെ വളർത്താൻ പറ്റുമോ? അതങ്ങ് തലേ കിടക്കട്ടെ, തലേ കിടക്കട്ടെ, തലേ കിടക്കട്ടെ. അങ്ങ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അങ്ങ് പിണങ്ങിക്കോളൂ അവള്. നിങ്ങളുടെ ഷർട്ട് ഇതായിരിക്കുന്നിട്ടുണ്ട് പോകാൻ നോക്കും. നിനക്ക് നല്ലപോലെ തേക്ക അറിയല്ലേടി? പിന്നെ നാട്ടിൽ വന്നൊന്ന് അന്വേഷിക്കണം. അപ്പൊ അല്ല, വീട്ടിൽ വന്നൊന്ന് തിരക്കണം. എന്റെ അച്ഛനും അമ്മയുടെ എല്ലാ ഷർട്ട് ഞാനല്ലേ തേച്ച് വയ്ക്കുന്നത്. അതെ, ഇത് കഴിഞ്ഞിട്ട് എന്തുവാ പ്ലാന്? പ്ലാൻ എന്തുവാ? കൊറേ ബട്ടൺസ് കിടപ്പുണ്ട്, അതെല്ലാം ഇങ്ങനെ ഇങ്ങനെ അങ്ങ് ഇടണം. അതല്ല ഞാൻ പറഞ്ഞത്. 2 ദിവസം കൂടെ കഴിഞ്ഞ നമ്മുടെ മറ്റേ എന്താ വെട്ടിപ്പൊളക്കുന്ന അതല്ല ദൈവം തമ്പുരാനെ, കള്ളം പറഞ്ഞ എന്നെ നിന്റെ തന്തേ തള്ളേനെ കെട്ടി. സത്യം പറഞ്ഞു, നീ കോളേജിന്റെ പടിവാതിൽ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. മഴ പെയ്തപ്പോ വല്ലതും കയറി നിന്നാണോ? അല്ലാതെ ഒന്നും കണ്ടിട്ടില്ലേ? ഈ ലിസ്റ്റിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണേ. നോക്കട്ടെ. ഓണം വന്നല്ലോ, ഊഞ്ഞാലിട്ടല്ലോ, കോടിയെടുത്തല്ലോ, ഉണ്ണിച്ചാടി മറിഞ്ഞല്ലോ. ഇതെന്തോടി ഇത്? അത് തന്നെ ഞാൻ ചോദിക്കുന്നത്, തിരിച്ചു വെച്ച് വായിക്കത്. മല്ലിപ്പൊടി, മുളക് പൊടി, വാക്കത്തിങ് എടുത്തോണ്ട് വാ. ഫോറസ്റ്റ് വേണമെന്ന് പറഞ്ഞ കാടിന്റെ ആംബിയൻസ് ഉണ്ടാക്കി തരാം. സത്യം പറ, നിങ്ങൾ കോളേജിൽ പോയിട്ടുണ്ടോ? എന്തോ ഫോറസ്റ്റ് 1 കിലോ കേക്ക് വാങ്ങിക്കുന്ന കാര്യമാണോ? കേക്കെല്ലാം ഞാൻ മേടിച്ചോണ്ട് വരാം. എന്റെ ഫോൺ അവിടെ തന്നില്ല. എന്തൊരു സ്നേഹമോ എന്റെ അടുത്ത്, എനിക്കറിയാൻ വയ്യ. കറക്റ്റ് സിമ്പലും കൊണ്ട് നിപ്പോണ്ട് തേപ്പുകാരി. ഇങ്ങോട്ട് വാ. ഇല്ലെങ്കിൽ 10 പറഞ്ഞിട്ടേ ഞാൻ പോവുള്ളൂ. 10. അയ്യോ, വീണ്ടും എന്നെ തേക്കാൻ നോക്കണം. ഇങ്ങോട്ട് വാടി. എനിക്കിന്നൊരു കാര്യത്തിൽ തീരുമാനം ഉണ്ടാവണം. ഒന്നീ നീ എന്റെ കൂടെ ഇറങ്ങി വരണം, അല്ലെങ്കിൽ കല്യാണത്തിന് നിന്ന് വാങ്ങിച്ച 5 പവന്റെ മാല എനിക്ക് തരണം. കൊണ്ടേ പോവൂ. ദൈവമേ, നിങ്ങൾ 5 പവന്റെ മാല എന്നെ ഒന്ന് സഹായിച്ചതുള്ള ശരിയാ. ഒരു മനുഷ്യന്റെ കൂടെ ജീവിച്ചോണ്ടിരിക്കുന്നത് ഞാൻ എങ്ങനെ നിങ്ങളുടെ കൂടെ ഇറങ്ങി വരും? മനുഷ്യ എങ്ങനെ വരുമെന്നാ? എന്റെ നാട്ടുകാരെ, എന്റെ പൊന്നു ചേച്ചിമാരെ ഒന്ന് കേക്കണേ. ഇവള് എന്റെ മുറപ്പെണ്ണ്, ഞാൻ അവളെ മുറച്ചെറുക്കൻ. ഞങ്ങള് തമ്മിൽ കട്ട പ്രേമമായിരുന്നു കേട്ടാ. ആ ചുമരിലൊരു സാധനം തൂങ്ങിക്കണ കണ്ട? പല്ലിയല്ല, നിന്റെ അച്ഛൻ പൈലി. ആ കല്യാണം ഇങ്ങ് മുറുകി വന്നപ്പോ അയാൾക്കൊരാഗ്രഹം, ഒരിടത്തും ഇല്ലാത്ത പോലെ, ജാതകം ഒന്ന് നോക്കണമെന്ന്. ജാതകം നോക്കിയപ്പോ ആ കള്ള ജോത്സി എന്തോന്ന് പറഞ്ഞടി, പറയാൻ അങ്ങോട്ട് നാട്ടുകാർ കേക്കട്ടെ. എന്തോന്ന് പറഞ്ഞത്? ആദ്യം ആരെന്റെ കഴുത്തിൽ താലി കെട്ടുന്നു, ആ കെട്ടുന്നാൾ 24 മണിക്കൂറിനകം ചത്തുപോകും. കേട്ടല്ല? ആ 24 മണിക്കൂറും കഴിഞ്ഞ് 24 ദിവസവും കഴിഞ്ഞ് വർഷം 1 കഴിഞ്ഞ്
ഇവളൊരു വാഴക്കല്യാണം നടത്തണ്ടെന്ന് വിചാരിച്ച് ഈ വിവരങ്ങളെല്ലാം മറച്ചു വെച്ച് എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്തിനെ കൊണ്ട് ഞാൻ കെട്ടിച്ച് ചാവണമെങ്കിൽ അവൻ ചാവട്ടെന്ന് വിചാരിച്ച് കെട്ടിച്ച് എന്റെ സാധനങ്ങളും പൈസ എല്ലാം കൂടെ. പാലുണ്ണിയേട്ടാ നിങ്ങളൊന്ന് അടങ്ങ്. ഇടിപിടിന്ന് വന്ന് സ്വർണം ചോദിച്ചാൽ ഞാൻ എങ്ങനെ തരാനാ? അങ്ങനെ എന്നെ ഡൈവോഴ്സ് ചെയ്തായിരുന്നു നിങ്ങളെ കെട്ടുമെങ്കിലും ചെയ്യായിരുന്നു. അയാൾ എന്നെ ഡൈവോഴ്സ് ചെയ്തായിരുന്നെങ്കിൽ നിങ്ങളെ കെട്ടി എങ്കിലും ചെയ്യായിരുന്നു. ഡൈവോഴ്സ് അതിൽ കയറി ഞാൻ പിടിക്കും. 2 എണ്ണത്തിനും ഡൈവോഴ്സ് ചെയ്യിപ്പിച്ചിട്ട് 4 പാത്രമാക്കിയിട്ടേ പാലുണ്ണി ഇവിടുന്ന് പോവുള്ളൂ. പാലുണ്ണി അളിയാ തല കറങ്ങിയ താഴെ വീഴുവാണോ? അളിയൻ വന്ന കാലി നിൽക്കുവാണോ? പിന്നെ വേറെ ഡ്യൂപ്ലിക്കേറ്റ് കാലം കൊണ്ട് വരാൻ പറ്റും. അതല്ല, ഇത് ആരെന്നറിയാമോ നിനക്ക്? പറഞ്ഞു മനസ്സിലാക്കിക്കൂടെ അളിയാ? പറഞ്ഞു മനസ്സിലാക്കി. അളിയനല്ല, എന്റെ ദൈവം, എന്റെ ദൈവമാണ് നിന്നെ കൊണ്ട് എന്നെ കെട്ടിച്ച്. അതും പോട്ട് സുമതി വളവിൽ ഒരു ദിവസം ആക്സിഡന്റ് പറ്റി ഞാൻ അവിടെ കിടന്ന് എന്നെ ആരും നോക്കിയില്ല. എന്റെ ഈ ദൈവമാണ് എന്നെ നോക്കി. എന്റെ ഇതെന്തുവാന്നറിയാമോ? എടുക്കാച്ചി പൊക്കളല്ല, ഈ ശരീരം മൊത്തം രക്തമാണ്. ആരുടെ രക്തം? എന്റെ ദൈവത്തിന്റെ രക്തം. ഇത് എന്റെ ദൈവമാണല്ലേ, ദൈവം. എന്തോ ആയാലും അളിയൻ വന്നത് നന്നായി. കാരണം ഞങ്ങൾ ഹണിമൂണിന്റെ കുറെ പ്ലാനിങ് ഉണ്ട്. ഹണിമൂണാ? പറഞ്ഞില്ലേ അവള്? ഇല്ല. എന്തോട്ട് പറഞ്ഞില്ല? പറയാൻ പറഞ്ഞില്ല. നമ്മള് ഊട്ടിയിൽ പോണുണ്ട്. ഇവള് ഊട്ടി കണ്ടിട്ടില്ല. ഊട്ടി കാണാൻ വേണ്ടി നമ്മൾ കൊണ്ടുവന്നല്ലേ പറഞ്ഞത്. അവള് ഊട്ടി കണ്ടിട്ടില്ലല്ല. 6-7 പ്രാവശ്യം എന്റെ കൂടെ വന്നിട്ടല്ലേ ഉള്ളൂ. ഊട്ടി ഭയങ്കര മഞ്ഞൊക്കെ ഉള്ള സ്ഥലമാണ്. പിന്നെ വേറൊരു സ്ഥലവും കൂടി പറഞ്ഞത്. എന്തൊരു സ്ഥലം? മണുകുണാലി. മണുകുണാലി, അവിടെയും പോണം. എടാ കുണു മണാലി, അതെങ്കിലും പറഞ്ഞു പഠിപ്പിക്കില്ല. കുളു മണാലി, അവിടെയും പോണം. നീ പോയി ചായ ഇട്ടോണ്ട് വാ. അളിയാ എങ്ങനെ പോണളിയാ? എങ്ങനെ പോണാളി? എന്റെ ബൈക്കില് ഈ കിഴ കണക്ക് അവിടം വരെ നടന്നു പോയി വെയിലത്ത് തിരിച്ചു വന്നു. അയ്യോ, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ലൈഫൊക്കെ എങ്ങനെ പോണം? അടിപൊളി ലൈഫ്. അളിയന്റെ മുറപ്പെണ്ണെ കെട്ടി പാവം കൊച്ചളിയാ. അവള് പാവം കൊച്ചാണ് അളിയാ. ഒരു റൂറൽ ഏരിയ എന്ന് വന്നൊരു കൊച്ചാണ്. അതായത് ഈ മൊബൈലൊന്നും കണ്ടിട്ടില്ലാത്തൊരു കൊച്ചാണ്. അപ്പൊ അളിയൻ ജോലിക്ക് പോണ സമയത്ത് ഒരു പുതിയ ഫോൺ വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാലോ. കല്യാണം കഴിഞ്ഞ് 1.5 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു മൊബൈൽ ഫോൺ മേടിച്ചു കൊടുത്തല്ലേ? വാങ്ങിച്ചു കൊടുത്താ? പിന്നെ 24 മണിക്കൂർ അവള് ഫോണിന്റെ അകത്ത് തന്നെ നോക്കിക്കൊണ്ടിരിക്കും. അളിയന് വിജയ് അറിയാം? പിന്നെ എനിക്കറിയാം. വാങ്കണ്ണ വണക്കം കണ്ണ അല്ല, അവിടെ കുരിശടിയിൽ അവിടെ താമസിക്കണ വിജയനെ അറിയാം. ഏത് തുരിശടിക്കണ വിജയ്? തുരിശടിക്കണല്ലടാ, കുരിശടിയിൽ അവിടെ താമസിക്കണ വിജയനെ അറിയാം. വിജയനെ അറിയാം. ആ വിജയൻ ഇതുപോലെ സംഭവിച്ചു. എന്തറിയാ? വിജയന്റെ ഭാര്യയ്ക്ക് അവൻ കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേന്നൊരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുത്ത്. എന്നിട്ട് ഫോണ് പോലും കണ്ടിട്ടില്ലാത്ത അവള് ആ നാട്ടിൽ പോലും കണ്ടിട്ടില്ല. പിന്നെ പക്ഷെ എനിക്ക് എന്റെ കൊച്ചങ്ങനൊന്നും ഇല്ലല്ലേ, എനിക്കറിയാം. എന്നാലും വീഡിയോ കോളും ചാറ്റിങ്ങും കാര്യങ്ങളായിട്ടൊക്കെ. വീഡിയോ കോളും ഇല്ല. പെണ്ണുങ്ങളെ മനസ്സാണ്. എപ്പോഴാണ് ചാച്ചാട്ട പറഞ്ഞെന്ന് പറയാൻ പറ്റൂല. അളി എന്തോന്ന് പറയുന്ന ഇതിന്റെ അകത്ത് അവൾ ആരെ വീഡിയോ കോൾ ചെയ്യാൻ 300 രൂപയ്ക്ക് സെക്കൻഡ് ഹാൻഡ് മേടിച്ചു കൊടുത്തത്. എന്റെ കോൾ എടുക്കണമെങ്കിൽ തന്നെ ഈ റബ്ബർ ബാൻഡ് ഇങ്ങനെ വലിച്ചെടുത്തിട്ട് ഹലോ എന്ന് പറയുന്നത്. ആ ഫോണിൽ അവൾ ആരെ വിളിക്കേ? എടി എടി ചായ പററി, എടി എന്റെ ദൈവത്തിന് ചായ പററി. ഇവരെ ഡൈവേഴ്സ് ചെയ്യിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ. മൊബൈലിന്റെ കേസ് പൊളിഞ്ഞ്. ലതേ, ഹലോ. എടി ഞാൻ വാട്സപ്പിൽ ഒരു നമ്പർ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. കണ്ടാ? നീ ആ നമ്പറിൽ ഇങ്ങോട്ട് വിളിക്കണം. നിന്റെ വീട്ടിലെ ഇലക്ട്രിക്കൽ പണിക്ക് വരാൻ വേണ്ടി പ്രത്യേകം വിളിക്കണം. മനസ്സിലായല്ല? ഈ കുടുംബത്തെ ഇന്ന് അടിച്ച് പിരിച്ച് ശിഥിലമാക്കി കൈ കൊടുക്കണം. നിന്റെ കമ്മീഷൻ ഞാൻ തരും. പറഞ്ഞ പോലെ ചെയ്തോളണേ. പറഞ്ഞാ പറയണ പോലെ ചെയ്യണവളാണ് ലത. അല്ല നമുക്ക് സ്ക്രിപ്റ്റ്. ആരാണ് നിങ്ങള്? സ്ത്രീ ഞാൻ പറയണ കേക്ക്. പറ്റില്ല. എന്തളിയാ? ഒരു പെണ്ണ് വിളിച്ചളിയാ എന്നെ. ഇതിന് നിന്ന് പറയണത് മൈക്കിൾ ലതാന്ന് പറഞ്ഞൊരു പെണ്ണ്. ആഹാ, മൈക്കിൾ ലത. അവള് വിളിച്ചിട്ട് പറയാ ഭർത്താവില്ല, കുട്ടികൾ ആരും ഇല്ല, ചെന്നൊന്നും മാറ്റി കൊടുക്കേ. എന്തോന്ന്? ബൾബ് മാറ്റി കൊടുക്കാൻ വേണ്ടി എന്നെ വിളിക്കണത്. അളിയ ഒരു ഇലക്ട്രീഷ്യൻ അല്ലേ, ചെന്ന് മാറ്റി കൊടുത്തൂടെ അളിയാ? ആ നാട്ടിൽ എത്ര ഇലക്ട്രീഷ്യൻ വരും? എന്നെ തന്നെ വിളിക്കണേ. എന്തളിയാ ഇഷ്ടം? എനിക്കറിഞ്ഞൂടാ. പ്രത്യേകിച്ച് ഒരു ഇഷ്ടം അളിയന്റെ അടുത്ത് തോന്നിയോണ്ടല്ലേ അളിയനെ പണിക്ക് വിളിച്ചത്. അളിയാ പെണ്ണുങ്ങള് കൊള്ളത്തില്ല. അവള് ഭയങ്കര ചുറ്റിക്കളി അളിയാ. ഇവിടെ ചുറ്റിക്കളി ഇല്ലാത്ത ആർക്കാണ് അളിയാ? എനിക്ക് വയ്യ അങ്ങനെ വിളിക്കാം. എനിക്ക് എന്റെ പെണ്ണുങ്ങൾ കോള് വരുന്നു. എവിടെ കോളൊന്നും വരുന്നില്ലല്ലേ? ഹലോ, ഇപ്പൊ കോള് വന്നു. വരാന്ന് പറ. അതെ അതെ, ഞാൻ പറയട്ടെ. ഞാൻ ബൾബിടുന്ന ആളാണ്. വരാൻ പറ്റിയത് ഞാൻ പറയട്ടെ. എന്റെ പാലുണ്ണിട്ടോ, നിങ്ങൾ ഇതുവരെ പോയില്ലേ? ഞാൻ എവിടെ പോവാ? എന്റെ പൊന്നു മനുഷ്യ ഒന്ന് ഇറങ്ങി പോ. അങ്ങായിരിക്കും ഇതൊന്നും അറിയത്തില്ലെന്ന്. അല്ലെങ്കിൽ അവനിപ്പോ ഒന്നും അറിയില്ല. നമ്മള് പറയണതൊന്നും കേൾക്കണില്ല. ഏതോ ഒരു പെണ്ണിനെ ഫോണും വിളിച്ചോണ്ട് ഇങ്ങനെ നടക്കണ്. ഞാൻ നിന്റെ അവസ്ഥ ആലോചിച്ചാണ് എനിക്കൊരു വിഷമം വന്നത്. പറ്റിപ്പോയല്ലേടി നിനക്ക്? എന്റെ ഭർത്താവിനെ പറ്റി എന്തെങ്കിലും അനാവശ്യം പറഞ്ഞ മോന്തി കിട്ടി കുത്തു കൊടുത്തത്. ബാത്റൂമിന്റെ അവിടെ സൈഡിൽ ചാരി ഫോൺ ചെയ്യണ. കണ്ട നിന്റെ ഭർത്താവ് തന്നെ. കണ്ടാ വിളിക്കണ? പോയി, അവൻ കൈവിട്ട് പോയി. ഞാൻ സമ്മതിക്കത്തില്ല. അവൻ കൈവിട്ട് പോയിടി. എവിടെ കണ്ട? എവിടെ വരണം?
ഏടെ വരണത് പറ. ആടെ ഞാൻ വരും. ബൾബ് മാറ്റിയൊക്കെ തരാം. ഓണവള് കൊണ്ടുപോയി വെറുതെ എങ്ങനെ ചെവിയിൽ വെച്ചോണ്ടിരിക്കാ. അയ്യോ വൃത്തികെട്ട സ്ത്രീ. നല്ല സ്ത്രീ എന്ന് അത് കാണാൻ കൊള്ളാം, സ്വഭാവം കൊള്ളൂലെന്നാണ് ഞാൻ പറഞ്ഞത്. അയ്യോ എന്തെങ്കിലും പറ അവൾക്ക്. എടേ അത് ഞാൻ എന്താന്ന് വെച്ചാൽ ഞാൻ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാം. അളിയൻ പറഞ്ഞ് മനസ്സിലാക്കണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. സംഭവം എന്താണെന്നറിയാം, അവൻ പറഞ്ഞത് കേട്ട് ഞാൻ നെഞ്ച് കിടുങ്ങി പോവും. ഒരു ബൾബ് മാറ്റിയിരുന്നതിന് 1 മാസം തങ്ങി അവിടെ പണി ചെയ്യാൻ പറഞ്ഞു. ചോദിച്ചോക്ക് ശരിയാണെന്ന്. സത്യമാണോടോ അത്? ആ സത്യമാ. അയ്യോ എന്റെ സന്തോഷം കൈവിട്ടു പോയി. എന്റെ ദൈവമേ, എനിക്ക് വയ്യ. എന്റെ ദൈവമേ, എനിക്ക് ഇനി ആരുണ്ടെന്നാ ഈ കാര്യം പറ. ബൾബിടുന്ന കാര്യം ഒന്ന് പറഞ്ഞത് സോൾവ് ചെയ്യണം. അവൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലായ? അവൻ ഈ പെണ്ണ് മാത്രമല്ല വേറെ 3-4 പെണ്ണുങ്ങളായിട്ട് ലയനുണ്ടെന്ന് ചോദിച്ചോക്ക്. അങ്ങോട്ട് ചോദിച്ചോക്ക്. താൻ അങ്ങനെ പറഞ്ഞോടോ? എനിക്ക് 3 പേരുമായിട്ട് പ്രേമമുണ്ട്. 3 പേരുമായിട്ട് പ്രേമമുണ്ടെന്ന് നമുക്ക് അങ്ങനെ പറഞ്ഞ? അയ്യോ എന്നെ കളഞ്ഞിട്ട് പോവല്ലേ. പോകും. കളഞ്ഞിട്ട് പോകും ഞാൻ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യലിയാ, വേണ്ടാത്ത പെണ്ണെ വിടാളിയാ അങ്ങോട്ട്, പറഞ്ഞു വിടാ അങ്ങോട്ട്. അങ്ങനെ വേണോളിയാ? വേണോളിയാ? വേണോ? നിങ്ങളെ ഞാൻ ഡൈവോഴ്സ് ചെയ്യും. നമ്മളെ നാട്ടിലൊക്കെ ഭർത്താവിന്റെ കവിളിൽ വിരൽ വെച്ച് കഴിഞ്ഞാൽ അപ്പോഴടിച്ച് ചെവക്കെല്ലാം കീറി കൊടുക്കും. പഴം പുഴുങ്ങി കണക്ക് നിൽക്കാതെ ആണെങ്കിൽ അടിയടാ അങ്ങോട്ട്. അടിച്ച എടി സ്ത്രീ എന്ന് പറഞ്ഞാൽ ശക്തിയാണ്, തീയാണ്. തിരിച്ചടി അങ്ങോട്ട്, അടി അങ്ങോട്ട്. ഒരു കുഴപ്പമില്ല. ചേട്ടാ എന്താ എന്നെ നിങ്ങൾ അടിക്കുമല്ലേ? എന്റെ അമ്മോ എന്തോ അടിയാ ഇറക്കി വെച്ചു കൊടുത്തല്ലേ. എനിക്ക് ഇനി നിങ്ങളുടെ കൂടെ ജീവിക്കേ വേണ്ട. ഞാൻ നിങ്ങളെ ഡൈവോഴ്സ് ചെയ്യാൻ പോവാ. ഡൈവോഴ്സ് പറയളി അങ്ങോട്ട്. എനിക്ക് വേണ്ട ഡൈവോഴ്സ്. ഇത്ര പെട്ടെന്ന് സോൾവ് ആയോ ഡൈവോഴ്സ്? അയ്യോ അളിയ, ഡൈവോഴ്സ് പറഞ്ഞൊരു പെണ്ണ് ദേഹത്തടിച്ചിട്ടുണ്ടെങ്കിൽ ജീവിച്ചിരിക്കാൻ പാടില്ല. ആണാണെങ്കിൽ തൂങ്ങി ചാവണം. അളിയാ ഞാൻ ആണാണ്. കയറെടുത്ത് തൂങ്ങി ചാവായി. കയറില്ലെന്ന്. കയറില്ലേ? വിഷമുണ്ടോ? വിഷമല്ലേ ഇപ്പൊ കേറിപ്പോയത്? അതല്ല, കുടിച്ചാ ചാവണ വിഷമുണ്ടോ? എങ്കിൽ പിന്നെ പെട്ടെന്ന് അതെടുത്ത് കുടിച്ച് ചാവാൻ നോക്കളിയാ. എവറാ വിഷം? ഇവൻ എന്താ ഇത്ര ധൃതി? നീ ചാവില്ലേടെ? ഞാൻ ചാവ, നിനക്കെന്താണ് ഇത്ര ധൃതി? ഞാൻ ചാവില്ലേടെ? ഞാൻ ചത്തോളാം, നീ അങ്ങ് പറഞ്ഞാ മതി. ചാവണല്ലേ? ഞാൻ പോണു. ഞാൻ ഇപ്പൊ പോയി. ഈ നിമിഷം ഞാൻ എന്റെ വീട്ടിൽ പോയി. നീ ഇവിടുന്ന് ചാടി ഇറങ്ങി നിന്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവ അന്തസ്സായിട്ട് ജീവിക്കും. നീ വീട്ടിൽ ചെന്ന് എങ്ങനെ ജീവിക്കും അത് പറ. ഞാൻ പോയി ചാവും. ഞാൻ അങ്ങനെ നീ ചാവണ്ട. നിന്നെ ചാവാൻ വിട്ടു കൊടുക്കൂ. നിന്നെ ഞാൻ കെട്ടും. അത്ര തന്നെ. അല്ലെങ്കിലും എനിക്ക് അയാളോട് വലിയ സ്നേഹമൊന്നും ഇല്ലായിരുന്നു. ചേട്ടനെ അങ്ങനെ കെട്ടിയാൽ മതിയായിരുന്നു, സുഖമായിട്ട് ജീവിക്കായിരുന്നു. ഇതൊന്നും അവന്റെ വസ്തുവും പ്രമാണോ കടിച്ചു മാറ്റിയാ? അല്ല, പിന്നെ സ്കാൻ റിപ്പോർട്ടാ അത്. സ്കാൻ റിപ്പോർട്ടാ? എന്തോ നിന്റെ? ഞാൻ 2 മാസം ഗർഭിണിയാണെന്ന്. ദൈവമേ, ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടല്ല. കണ്ടപ്പോ ഓടി കിട്ടിയ ട്രോഫിയും കൊണ്ട് ഞാൻ എന്തിനാടാ ജീവിതകാലം മുഴുവൻ നടക്കണേ? മറ്റേ എവിടെ? നിന്റെ ഭർത്താവ് എവിടെ? വിളി. നീ ഇറങ്ങി ഇങ്ങോട്ട്. എന്താടാ കാണിക്കണത്? ഇറങ്ങ്. കഴുത്തിന്നതൂര് ഊരത്തില്ല ചാവണം. ഞാൻ നിന്റെ ദൈവം പറയണ. ഊരത്തില്ല. നിന്റെ എനിക്കറിയാം ഊരത്തിൽ. ഞാൻ നിന്റെ ആടാ ദൈവം. ചേർന്ന് അങ്ങോട്ട്. എടാ, ഭാര്യ ഭർത്താവിന്റെ കവിളിൽ ഇവിടെ ഇങ്ങനെ തൊട്ടെന്നും ഭർത്താവ് ഭാര്യയുടെ കവിളിൽ ഇങ്ങനെ തൊട്ടെന്നും പറഞ്ഞ് അടി ഉണ്ടാക്കി ബാഗ് കൊടുത്ത് പോകാൻ പോവാണ് വീട്ടില്. എടാ, ഒന്നാമത് അവള് 2 മാസം ഗർഭിണി. ആ കൊച്ചിനെ നല്ലപോലെ നോക്കി പരിചരിച്ച് വളർത്താൻ. 2 മാസം ഗർഭിണിന്നോ? അവളല്ലേ പറഞ്ഞത്? ആര് പറഞ്ഞു 2 മാസം ഗർഭിണി? റിപ്പോർട്ടൊക്കെ കാണിച്ചെന്റെ അടുത്ത്. അതെന്റെ അല്ല, പിന്നെ അപ്പുറത്തെ വീട്ടിലെ ശാന്ത ചേച്ചിയുടെ. ഗർഭിണിയൊന്നുമല്ല. അല്ല. അപ്പൊ വീണ്ടും തേച്ചല്ലേ എന്നെ? ഞാൻ നിങ്ങൾ ആരെന്ന് പറഞ്ഞത്? നമ്മുടെ ദൈവം. ദൈവത്തിനിട്ട് എന്നെ തരണം കേട്ടാടാ. അപ്പൊ ദൈവത്തിന്റെയും ദമ്പതികളുടെയും ഈ ഒരു സ്കിറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു നമുക്ക് നേരെ ചോദിച്ചു തുടങ്ങാം. നസീർക്ക, നല്ല എനർജിയിലാണ് നിങ്ങൾ കളിച്ചത് കേട്ടോ 3 പേരും സംഭവം ചെയ്തത്. പക്ഷെ ചിരിയുടെ ഭാഗങ്ങളൊന്നും ഇല്ലാതായിപ്പോയി. ചിരിപ്പിച്ചില്ല. ഇത് നമുക്ക് കാണുമ്പം തന്നെ അറിയാം. ഇങ്ങനെ കാമുകം വരുന്നു, എൻഡിൽ ഇങ്ങനെയൊക്കെ തന്നെ അവസാനിക്കും എന്നൊക്കെ ഉള്ളത് ഒരു സംഭവം കിട്ടി. അതിൽ സ്കാനിങ്ങിൻ്റെ മാത്രം നമുക്ക് കിട്ടിയില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ എന്തോ ഒരു ചിരിയുടെ അംശം കുറവായിരുന്നു. നിങ്ങൾ നല്ല ടെമ്പോയിൽ കളിച്ചു 3 പേരും. ആർട്ടിസ്റ്റ് ബേസിൽ നല്ല രീതിയിൽ കളിച്ചു. പക്ഷേ ചിരിക്കാനുള്ള സാധനം കൂടെ അതിൻ്റെ അകത്ത് കയറ്റാനായിട്ട് മറന്നുപോയതാണോ അത് കിട്ടാഞ്ഞിട്ടാണോ? ചിരി ഉണ്ടെങ്കിലല്ലേ നമുക്കും ചിരിക്കാൻ പറ്റും, നമ്മുടെ പ്രേക്ഷകരും ചിരിക്കാൻ പറ്റും, നമ്മുടെ ഓഡിയൻസ് ചിരിക്കാൻ പറ്റും, എല്ലാവരും ചിരിക്കണം. ഓക്കെ, അടുത്ത പ്രാവശ്യം നന്നാക്കുക. ശരി. നിങ്ങൾ 3 പേരും ഉഗ്രൻ ആർട്ടിസ്റ്റുകളാണ്. അസാധ്യമായിട്ട് പെർഫോം ചെയ്തു. പക്ഷേ നസീർക്ക പറഞ്ഞ പോലെ അതിൻ്റെ അകത്ത് കോമഡി ഇല്ലെങ്കിൽ നമ്മൾ ഈ സദ്യ വിളമ്പിയിട്ട് കാര്യമില്ല. നല്ല സദ്യ എന്ന് പറയണമെങ്കിൽ സദ്യക്ക് കുറേ ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ
നല്ല വിളമ്പുകാരായിരിക്കും. പക്ഷെ അതിന് വിളമ്പുന്ന സാധനം കൂടി നിങ്ങൾ നന്നായിട്ടുണ്ടെങ്കിൽ അതിന് പേര് കിട്ടും. പക്ഷെ 3 പേരും ബിജു വർഗീസും സുധീഷും സൂര്യ എല്ലാം നന്നായിട്ട് പെർഫോം ചെയ്തു. പെർഫോമേഴ്സാണ്, വെൽ റിഹേഴ്സ്ഡ് ആയിരുന്നു. പക്ഷെ ചിരിക്കാനുള്ള സംഭവം ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു വിഷമമുണ്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ടിൻ ചേട്ടാ. ഷാവ് ചേട്ടാ, നമുക്ക് എനിക്ക് തോന്നുന്നത് വെച്ചാൽ സാധാരണ എനർജിയിലും കൂടുതൽ എഫേർട്ട് എടുത്തിട്ടാണ് നിങ്ങൾ ചെയ്തത്. 3 പേര് അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ പറഞ്ഞ പോലെ ടിനി പറഞ്ഞ പോലെ തന്നെ ഹ്യൂമറിൻ്റെ അംശം കുറവായിരുന്നു. അപ്പോൾ നമുക്ക് പ്രതീക്ഷയുള്ള ആർട്ടിസ്റ്റുകൾ വരുമ്പോഴേ നമുക്ക് ഒരുപാട് പ്രതീക്ഷിക്കുന്നതുകൊണ്ടായിരിക്കാം. എനിവേ നിങ്ങളുടെ എഫേർട്ടിന് ഒരു അഭിനന്ദനങ്ങൾ. താങ്ക് യു. എനർജി ഉണ്ടായിരുന്നെങ്കിലും ഇവർ പറഞ്ഞു തന്ന കറക്ഷൻസ് ഒക്കെ വെച്ച് നമുക്ക് അടുത്ത തവണ വരാം. ബിഫോർ ദാറ്റ് നമുക്കിനി നമ്മുടെ മാർക്സ് ചോദിക്കാം. സ്റ്റാർട്ടിംഗ് ഓഫ് വിത്ത് നസിറിക്ക. ഞാനൊരു 4000 രൂപ. ഓക്കെ, 4000, 4000 രൂപ. ഷാൽ ചേട്ടാ? അപ്പം ഞാൻ ഒന്നുകൂടെ കൂട്ടി ഒരു 5000 കൊടുക്കും. 5000. ഇനി അവസാനമായിട്ടുള്ള കാര്യങ്ങൾ ഇരിക്കുന്നത് ടിനിച്ചേട്ടന്റെ കയ്യിലാണ്. ടിനിച്ചേട്ടാ, എന്ത് കിട്ടിയാലും സന്തോഷമാവില്ല എന്നറിയാം, എന്നാലും നമ്മൾ കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഓക്കെ, 15,000 രൂപയാണ് ലഭിച്ചിരിക്കുന്നത്. ബെറ്റർ ലൈക്ക് നെക്സ്റ്റ് ടൈം. ചില സമയം അങ്ങനെ നമ്മുടേതായിരിക്കണം എന്നില്ല. എനിവേ, താങ്ക് യു സോ മച്ച്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലും ഇതിനു മുമ്പുള്ള സ്കിറ്റുകൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, മിനി പാക്കറ്റ്സ് വരുമ്പോൾ അത് കാണാൻ ഭയങ്കര ഇഷ്ടമാണെന്ന്. അങ്ങനെ കുറച്ച്, അതെ. അപ്പൊ ആരായിരിക്കും നസീർക്ക് ഇനി ഇങ്ങോട്ട് വരാൻ പോകുന്നത്? ഇവിടെ 2-3 ടീമുകളുണ്ടല്ലോ. അതെ, അതില് 6 വേണമെങ്കിലും വിളിക്കാം. അങ്ങനെയെങ്കിൽ ഞാൻ സൈന്ധവിനെ വിളിക്കുന്നു, ദേവലക്ഷ്മിയെ വിളിക്കുന്നു, അനന്യെ വിളിക്കുന്നു. നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം ലിറ്റിൽ സൂപ്പർ സ്റ്റാർ. ഇപ്പൊ ഞാൻ ഈ ഊതുന്ന കണ്ടാ നിങ്ങൾ വിചാരിക്കും ഇവിടെ എന്താ വലിയ മത്സരം നടക്കാൻ പോവേന്ന്. എന്നാ അല്ല, ഞാനിവിടെ വന്നപ്പോ ഒരു കുന്തളിപ്പ് കാണിച്ചാൽ നിങ്ങൾ കണ്ടായിരുന്നോ? ആ കുന്തളിപ്പിന്റെ പട്ടി അണക്കി നടക്കുള്ള അണപ്പ് മാറ്റാനാണ് ഞാൻ ഈ കിടന്ന് ഊതുന്നത്. അവ ഇതുവരെ വന്നില്ലല്ലോ, അവനൊന്ന് വിളിച്ചു നോക്കാം. ഹലോ എടാ, ഞാനായത് വാട്ടർ ബീറ്റർ. എടാ, നിനക്ക് നീന്തൽ പഠിക്കണം എന്നുള്ളത് എന്റെ ആവശ്യമാണോ അതോ നിന്റെ ആവശ്യമാണോ? നിനക്ക് ഇവിടെ നേരത്തെ വന്നൂടെ? എടാ, നീ എന്നെ കണ്ട് പടി. ഇവിടെ 1.5 മണിക്കൂറാണ് ഞാൻ കിടന്ന് നീന്തിയത്. ജലപാനം പോലും എടുത്തിട്ടില്ല. ശരി. ആ, പെട്ടെന്നാ ഇങ്ങോട്ട്. എത്ര ദിവസം ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ച് ജീവിക്കുവോ എന്തോ. ഏതാണ്ട് തമിഴ്നാട് മന്ത്രി നീന്തൽ പഠിക്കാൻ വേണ്ടി പറഞ്ഞു. വണക്കവാ. ഗുഡ് മോർണിംഗ് വാട്ടർ ഹീറ്റർ സാർ. നീയായിരുന്നാ? ഗുഡ് മോർണിംഗ് വാട്ടർ ഹീറ്റർ സാർ. വാട്ടർ ഹീറ്റർ അല്ല, വാട്ടർ ഹീറ്റർ സാർ. നീ എവിടെയായിരുന്നടാ ഇത്രയും ദിവസം? നീന്തൽ പഠിക്കണമെന്നുള്ള നിന്റെ ആവശ്യമല്ലേ? നിന്റെ അച്ഛൻ എന്തിനാണ് നിന്നെ ഇവിടെ കൊണ്ടാക്കിയിട്ട് പോയത്? നിനക്ക് വെള്ളത്തിനോടുള്ള പേടി മാറ്റായി. അതെ. നിന്റെ പേരെന്തായിരുന്നടാ? കിടപ്പാടൻ ജോയ്. സഹോറിന്റെ ബാങ്കിലോടാ വെച്ചേ? കിടപ്പാടം പോയെന്ന്. കിടപ്പാടം പോയെന്നല്ല, കിടപ്പാടൻ ജോയ് എന്റെ പേരാണ് ഞാൻ പറഞ്ഞത്. What did you call? ആശാനെന്നോ? Call me sir. Okay? Okay sir. Sir. അതായത് ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? ഈ സംശയം ചോദിക്കുന്ന കുട്ടികളുടെ വളർച്ചയുടെ അർത്ഥമാണത്. ആണോ? അതായത് നീന്തൽ അറിയാത്ത ഒരാൾ വെള്ളത്തിൽ വീണാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതൊക്കെ നിസ്സാര ചോദ്യമല്ലടാ. ഒരു ട്യൂബ് ഇട്ടങ്ങ് കൊടുത്താ മതി. വെള്ളത്തിലോ? വീട്ടില്. പിന്നെ 16ലെ ചടങ്ങ് കഴിഞ്ഞിട്ട് ട്യൂബ് ഊരിക്കൊണ്ട് പോവാവും. അല്ല സോറി, സാറിന്റെ ഗുരു ആരായിരുന്നു? എന്റെ അച്ഛനായിരുന്നു എന്റെ ഗുരു. കേട്ട് കാണും, ആറ്റുവാള സൂര്യ. കേട്ടിട്ടുണ്ട്, തിന്നിട്ടുണ്ട്. എന്തോന്ന് ആറ്റുവാളയും ചൂരയും? എടോ, ഞാൻ അതാണാടാ പറഞ്ഞേ. എന്റെ അച്ഛന്റെ പേരാണ് ആറ്റുവാള സൂര്യ. ഓ, എന്നിട്ടിപ്പോ അച്ഛനെവിടെ? എന്റെ അച്ഛനുണ്ടല്ലേ, വെള്ളത്തിലോട്ട് ഇറക്കിയ ഷൂ എന്നും പറഞ്ഞോണ്ടാണ് പോണത്. എന്നിട്ട് ഒരു കർക്കിടക ദിവസം എന്റെ അച്ഛൻ വെള്ളത്തിലോട്ട് ഇറങ്ങി ഷൂ എന്നും പറഞ്ഞോണ്ട് പോയതും പിന്നെ അച്ഛൻ ആരും കണ്ടിട്ടില്ല. പുല്ലിനെ ആരാലും പിടിച്ച് കറി വെച്ച് കാണും. അപ്പൊ നമുക്ക് തുടങ്ങാലോ. തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ നീന്തി പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് വെള്ളവുമായിട്ടൊരു ബന്ധം വേണം എന്നും പറഞ്ഞ് നമുക്ക് വെള്ളത്തിനെ കയറി കല്യാണം കഴിക്കാൻ പറ്റോ? ഇതെന്തിനാന്നറിയാവോ?
ഈ മാട്ട സാധനത്തിനുള്ളത്. അവസാനം ഇതിനുള്ള കമന്റ്സ് ഒക്കെ കിട്ടുമ്പോ ഒറ്റയ്ക്ക് മേടിച്ചോണേ. ഈ സാറിന് നീന്താനൊക്കെ അറിയാവോ? നീന്താൻ അറിയാവോന്നോ? രാജ്യാന്തര നീന്തൽ മത്സരം എവിടെ വെച്ചാ നടന്നേ? തോട്ടാപ്പള്ളി ഡാമില്. അവിടെ ഇന്ത്യക്ക് വേണ്ടി മത്സരിച്ചത് ആരാ? ഞാൻ ആണോ? സത്യം പറയാ ഞങ്ങൾ 4 പേരായിരുന്നു. ഞാൻ ഇന്ത്യക്കും ബാക്കി 3 പേര് വേറെ ഏതോ രാജ്യങ്ങൾക്ക് വേണ്ടി മത്സരിച്ച്. ആ സമയത്ത് ഞാനിങ്ങനെ നീന്തി 1ാം സ്ഥാനത്തിൽ പൊക്കോണ്ടിരിക്കുമ്പോ നമ്മുടെ സർക്കാരും ജലവകുപ്പ് മന്ത്രിയും കൂടെ എന്നെ അങ്ങ് ചതിച്ച്. ഞാൻ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുവല്ലേ, അപ്പൊ ഏതോ ഒരു മെനകെട്ടവൻ ചെന്ന് ഡാമിന്റെ ഷട്ടർ അങ്ങ് തുറന്നു കൊടുത്തു. പിന്നെ കണ്ണോർത്തപ്പോ ഞാൻ കാണുന്നത് എന്തോന്നറിയാവോ? എന്റെ പെണ്ണുമ്പോൾ ഒരു ചോറ്റുപാത്രം കഞ്ഞി വായിട്ട് നിൽക്കുന്നത്. പിന്നെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ കഞ്ഞിയല്ല പിസ കൊണ്ടുവരുവോടാ. എടാ, തോട്ടപ്പള്ളി ഡാമിൽ നിന്ന് നീന്തി തുടങ്ങിയ ഞാൻ നീന്തി തീർന്നത് അങ്ങ് അറബിക്കടലില്. പിന്നെ ആരുടെയൊക്കെയോ സഹായം കൊണ്ട് ആശുപത്രി വരെ എത്തി. അല്ലേ, നമുക്ക് തുടങ്ങാം നീന്തലും. തുടങ്ങാം. തുടങ്ങുന്നതിന് മുമ്പേ നമുക്ക് കുറച്ച് വാമപ്പ് ചെയ്യാം. ഇല്ലടാ. പിന്നെ ആ പെങ്കത്ത് എനിക്ക് പ്രേമലേഖനം തന്നു. പ്രേമലേഖനമോ? പ്രേമലേഖനമല്ല, പ്രേമലേഖനം. ഞാൻ ഒന്ന് വായിക്കട്ടെ. ഞാൻ മരിക്കാൻ പോവുകയാണ്. എന്റെ മരണത്തിന് കാരണക്കാരായവർ എന്റെ വീട്ടുകാരാണ്. ചെന്ന് കയറി പിടിയടാ പെങ്കൊച്ചിനെ. അയ്യോ പെണ്ണുമ്പളെ താഴ്ത്തിറങ്ങാൻ കൂട്ടെ. അത് പറ, ഇപ്പോഴല്ലേ മനസ്സിലായത്. തോന്നു ഇത് ആശാന്റെ ഭാര്യയാ. എന്താണ് അങ്ങനെ വെച്ചേ? പിന്നെ പെണ്ണുമ്പിള്ള ഇങ്ങോട്ട് ഇറങ്ങുമെന്ന് പറഞ്ഞു. നീന്തല് പഠിപ്പിക്കുന്ന വെള്ളത്തിൽ മുക്കി ഞാൻ കൊല്ലും നിന്നെ. അതാണോ ഞാൻ പറഞ്ഞേ? അവളെ പിടിച്ചിത്തിരി താഴോട്ട് ഇറക്കാം. നമ്മളിപ്പോ എന്തോ ചെയ്യൂടാ? എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. എന്തോ ഐഡിയ? ഞാൻ രാവിലെ കഴിക്കാൻ വേണ്ടി പുട്ടും പഴം കൊണ്ടുവന്നായിരുന്നു. പഴം കാണിച്ച് നമുക്ക് ഇറക്കിയാലോ? പഴം കാണിച്ചിറക്കായത് മൃഗശാലയിലെ കൊരങ്ങല്ലടാ, പട്ടി. എന്റെ പൊന്നു, എന്റെ അടുത്തോട്ട് വരല്ലേ. ഞാൻ ചാടും, ഞാൻ ചാടും. ചാടും എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചാടും. മോളെ ചാടരുത്, മോളെ ചാടരുത്. മരണം ഒന്നിനും ഒരു പലഹാരമല്ല. ഉണ്ട ശർക്കര പലഹാരമല്ല, പരിഹാരം. അല്ല സാറേ, പരിഹാരം. എന്റെ ചരണില്ലാത്ത ലോകത്ത് എനിക്ക് ജീവിക്കാൻ വയ്യ. മക്കളെ, മക്കള് താഴോട്ടിറങ്ങി മക്കളെ ചരണിന് എന്താണ് സംഭവിച്ചതെന്ന് എന്റെ അടുത്തൊന്ന് പറ. നമ്മളതിന് പരിഹാരം കാണും. ഞാൻ താഴോട്ട് വരൂല, ഇവിടെ നിന്ന് പറയാം. എന്നാ അവിടെ നിന്നൊന്ന് മൊഴി. ഇന്നലെ രാത്രി വരെ നമ്മൾ ഒരുമിച്ച് കഴിച്ചും ഒരുമിച്ച് കിടന്നവരായിരുന്നു നമ്മൾ രണ്ടുപേരും. ഇന്ന് രാവിലെ നോക്കിയപ്പോ ചരണ കാണാനില്ല. എല്ലായിടവും നോക്കിയാർന്നോ? എല്ലായിടവും നോക്കി, പക്ഷെ അവിടെ ഒന്നും ഇല്ല. എല്ലാ മുറികളും നോക്കിയാർന്നോ? എല്ലാ മുറികളും നോക്കി, പക്ഷെ അവിടെ ഒന്നും ഇല്ല. വീടിന്റെ ചുറ്റും നോക്കിയാർന്നോ? വീടിന് ചുറ്റും നോക്കി, അവിടെയും ഇല്ല. സാറേ, എന്തിനാ ഇങ്ങനെ കരയുന്നേ? കരയുണ്ട്. ആ കൊച്ചിനെ പിടിച്ചിറക്കാൻ നോക്ക് നിങ്ങള്. നീ അങ്ങോട്ട് നോക്കിയിട്ട് കൊണ്ട് പറ്റത്തില്ല. ഇങ്ങോട്ട് മാറിയില്ല. അതായത് കുട്ടിയുടെ ശരൺ ഈ ലോകത്തിന്റെ ഏത് കോണിലുണ്ടോ അവനെ ഞാൻ കണ്ടുപിടിച്ച് കുട്ടിക്ക് കൊണ്ട് തരും. ഈ ഉലകം ഞാൻ കുട്ടിക്ക് വേണ്ടി ചുറ്റും. പെറ്റ തള്ളയത്തിരി റേഷൻ കടയിൽ പോകാൻ പറഞ്ഞ വയ്യാത്തവനാണ്. ഒരു പെണ്ണിന്റെ കണ്ണിന് 2 തുള്ളി വേണപ്പം അവ ഉലകം ചുറ്റാൻ പോണെന്ന്. ഉലകം ചുറ്റാൻ നീ ആരോടാ? കൊളാമ്പസാ? കുട്ടിയുടെ ശരനെ കണ്ട എങ്ങനെ തിരിച്ചറിയാം? അവൻ എന്തൊക്കെയാണ് ഉള്ളതെന്ന് പറയും. അവന്റെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? മൂക്കിന്റെ തുമ്പത്തും ഒരു നല്ല കറുത്ത മറുകൊണ്ട്, പിന്നെ നല്ല വെളുത്തിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ നല്ല കുഞ്ഞി കണ്ണ. ഇതെല്ലാവർക്കും ഉള്ള ലക്ഷണങ്ങളല്ലേ, വേറൊന്നുമില്ലേ? പിന്നെ വാലിന്റെ മൂട്ടില് ഒരു ചെറിയൊരു മറുകൊണ്ട്. വ്യത്യസ്തമായിട്ടൊരു സാധനം കൊച്ചിനുണ്ട്. വാലിന്റെ തുമ്പ. വാലിന്റെ തുമ്പേ? എന്തായിരുന്നു? വാലിന്റെ തുമ്പത്തൊരു ചെറിയ മറുകൊണ്ട്. അപ്പൊ ഈ ശരൺ എന്റെ പെറ്റ ഏതാണ്ട് പട്ടികത്തിലായി കൊച്ചു ചാവാൻ വന്നിരിക്കുന്ന. പുല്ലിനെ വെള്ളത്തിലിട്ട് അത് വെള്ളം കുടിച്ച് ചാവട്ടെ. അതങ്ങ് ഒരു പട്ടി പോയനാണ് അവളിങ്ങനെ ഇത്രയ്ക്ക് ഓസ്കാർ അഭിനയം കാണിച്ചത്. ഇല്ല, ഞാൻ ചാടും, സത്യമായിട്ട് ഞാൻ ഇപ്പൊ ചാടും. എന്തായാലും അവളെ പിടിച്ച് താഴോട്ടിറക്ക്. അവളെങ്ങാനും ചാടിക്കഴിഞ്ഞാൽ നമ്മൾ 2 പേരും അകത്ത് കിടക്ക്, തൂക്കേറി കയറും. ഒരു ഐഡിയ ഉണ്ട്. നീ അവളടുത്ത് ചെന്ന്
എന്തെങ്കിലുമൊക്കെ കാണിച്ച് അവളെ ശ്രദ്ധ അങ്ങ് തിരിക്കണം. ഞാൻ ആ സമയത്ത് പുറകെ കൂടെ ഒന്ന് അവളെ പിടിച്ച് താഴോട്ടിടാം. താഴോട്ടിടുവോ? ഓക്കെ, സെറ്റാണ്. ഓക്കെ, സെറ്റ്. കുട്ടി, മരണം ഒന്നിനും ഒരു പരിഹാരമല്ലെന്ന്. ഇല്ല, ഞാൻ ഇപ്പൊ ചാടും. സത്യമായിട്ട് ഞാൻ ഇപ്പൊ ചാടും. കുട്ടി, അവനെ നമുക്ക് കിട്ടും. കൊച്ചിങ്ങോട്ട് താഴോട്ട് ഇറങ്ങണേ. ടൈമിങ് തെറ്റിച്ചല്ലടാ പട്ടി. വെള്ളത്തിൽ വീണ കുഴപ്പമില്ല, ചാമ്പ്യൻ ആണ്. കൊച്ചിനെ അറിയാത്തോണ്ടാ. കണ്ടാ, ജയ് ജയ് എന്ന് വിളിക്കുന്ന കണ്ടാ? അയ്യോ, ജയ് ജയ് എന്ന് വിളിച്ചാൽ ആരുടെ പേര് വിളിച്ചതാ? എന്നെയാണോ? 108 വിളിവിളി. 108 വിളിവിളി. 108 വിളിവിളി. എന്തിനാണ് ഈ 108 വിളിവിളി? എടാ, 108 വിളിവിളി. എന്റെ സാറേ, നേരിട്ട് നിങ്ങൾക്ക് പറയാനുണ്ട്. നിന്ന് പറഞ്ഞിട്ട് പോ. പറഞ്ഞിട്ട് പോവാ. ഞാൻ ഊട്ടി അയ്യോ, നിങ്ങളൊന്നും രക്ഷപ്പെടുത്താനോ? പാവം. കയർ അവിടെ ഉണ്ട്. നിന്നോട് ഞാൻ പറഞ്ഞ എന്റെ സാറിനെ വിളിച്ചു കയറ്റാനാ. ഇതേതാടി ആഫ്രിക്കക്കാരൻ? മനസ്സിലായില്ല. ആഫ്രിക്കന്മാര് തലേ വെച്ചോണ്ട് വന്നേക്കുന്നു. എടാ, ഇത് ഞാനാടാ നിന്റെ സാറ്. സാറ് തന്നെ നീന്തി കയറാന്. എടാ, എനിക്ക് സ്വിമ്മിംഗ് പൂളിൽ മാത്രമേ നീന്ത അറിയത്തുള്ളൂ. വരവരെയല്ലേ വെള്ളമുള്ളൂ. എന്നിട്ടാണോടാ ഈ കപ്പല് പോകുന്ന കാലി എന്നെ നീ കൊണ്ടുവന്ന് നീന്തൽ പഠിപ്പിക്കാൻ വന്നത്? അതിലേ നീ അങ്ങോട്ട് ചെന്ന് നീന്തൽ പഠിച്ചില്ല. എന്നിട്ട് നീ ഞങ്ങളെ പഠിപ്പിക്കാൻ പോ. രണ്ട് ഇതൂടെ പിടിച്ചോ. നീന്തി ചേരിക്കോടെ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഈ ജഡ്ജസിനോട് ചോദിച്ചു നോക്കിയാലോ ഇന്നത്തെ നിങ്ങളുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്ന്. ഷാ ചേട്ടാ, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ലിറ്റിൽ സൂപ്പർ സ്റ്റാർസ്? നല്ലതായിരുന്നു മക്കളെ, നന്നായിരുന്നു. എനിക്ക് ദേവിലക്ഷ്മിയുടെ മീശ കണ്ടപ്പോഴേ പഴയ എയർ ഇന്ത്യയുടെ പരസ്യമല്ലേ, സിംഗ് നന്നായിരുന്നു. മക്കളെ നന്നായിട്ട് പെർഫോം ചെയ്തു. പിന്നെ ഈ പറയുന്ന രീതിയിൽ ഹ്യൂമറിൻ്റെ ഒരുപാടൊന്നും വലിയ ഹ്യൂമറൊന്നും എനിക്ക് ആയെന്ന് തോന്നുന്നില്ല. എന്നാലും നിങ്ങളുടെ ഭാഗം വളരെ ഭംഗിയായിട്ട് നിങ്ങൾ 3 പേരും ചെയ്തു കേട്ടോ. നല്ല രസമായിട്ട് ചെയ്തു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. ചേട്ടാ, നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്നവരാണോ? ക്ലാസ്സിൽ നല്ല മാർക്ക് കിട്ടുമോ? നിങ്ങൾ IPS IFS ഒക്കെ എഴുതിയാൽ കിട്ടൂട്ടോ. കാരണം അത്രക്ക് ഒബ്സർവേഷൻ ഐക്യമുള്ള കുട്ടികളാണ്. കാരണം പഠിപ്പിച്ച സ്കിറ്റ് ഒരു പ്രാവശ്യം പോലും ബ്രേക്ക് ചെയ്തിട്ടില്ല. കണ്ടിന്യൂസ് ആയിട്ട് അത് കൃത്യം ആ മോഡുലേഷൻ വെച്ചിട്ടാണ്. ദേവിലക്ഷ്മിയൊക്കെ ആ മോഡുലേഷൻ നമുക്ക് കേൾക്കുമ്പോൾ അറിയാം. അത് അങ്ങനെ തന്നെയാണ് ഓരോ താളം എന്ന് പറയുന്നത്. സൈന്ധവേ, എന്താ വോയിസ് പവർ എന്നറിയോ? അതുപോലെ അനന്യം, നിങ്ങൾ 3 പേർക്ക് നല്ല ഐക്യമാണ്. കാരണം ഇത്രയും സ്ക്രിപ്റ്റ് ഇത്രയും സമയം ഒരു ടങ് സ്ലിപ്പില്ലാതെ കൃത്യമായിട്ട് പറയണമെങ്കിൽ നിസ്സാര പ്രാക്ടീസ് പോരാ. നമ്മൾക്കൊക്കെ ഇപ്പോഴും തെറ്റാറുണ്ട്. ആർട്ടിസ്റ്റിൻ്റെ എല്ലാവർക്കും കിട്ടുന്നില്ല, കോടികളിൽ 1, 2, 3 പേർക്ക് കിട്ടുന്നതാണ്. അതിനൊപ്പം പഠിക്കുകയും കൂടി ചെയ്യുകയാണെങ്കിൽ അസാധ്യമായിട്ട് നിങ്ങൾ നല്ല സ്ഥലത്തെത്തും കേട്ടാ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ടിനി ചേട്ടാ. നസീറിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആരാവാൻ ആഗ്രഹം വലുതാവുമ്പോ? ആർട്ടിസ്റ്റ് തന്നെ ആണോ, എന്തെങ്കിലും ജോലി? ആർട്ടിസ്റ്റ് ആണ്, പിന്നെ IAS ആവണമെന്ന് ഉറപ്പായിട്ടും ശ്രമിക്കണം കേട്ടോ. ആർക്കും MLA MP ഒന്നും ആവണ്ട അല്ലേ? മുഖ്യമന്ത്രി ആയാലും മതി. അതൊക്കെ മതി, മുഖ്യമന്ത്രി ആയാലും മതി. അനന്യക്ക് എന്താ വേണ്ടത്? ഡാൻസർ ആവണമെന്ന് ആഗ്രഹമുണ്ട്. ആഗ്രഹമുണ്ട്. ഓക്കെ, അല്ലാതെ ഒരു ജോലി സമ്പാദിക്കാൻ. ഡോക്ടർ ആവണം. ഓക്കെ, നിങ്ങൾ ആർക്കെങ്കിലും നീന്തല് ഒറിജിനലായിട്ട് അറിയാവോ? ആർക്കും അറിയില്ല. എനിക്ക് അറിയാം. കൈയും കാലും ഇട്ടടിക്കാൻ. നിലത്ത് കിടന്നടിക്കാനാണോ അതോ വെള്ളത്തില്? പിന്നെ മക്കളെ, നിങ്ങൾ നല്ല രീതിയിൽ ചെയ്ത് 3 പേരും നല്ല രീതിയിൽ അഭിനയിച്ചു. തമാശയുടെ ഏരിയകൾ കുറവാണ്. നല്ലോണം ചിരിപ്പിക്കുന്ന 3 മക്കളാണ് നിങ്ങൾ. പക്ഷേ ഇതിൽ ചിരിയുടെ അംശം കുറവുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറയുന്ന പോലെ നിങ്ങളുടെ ഭാഗത്തെ കുഴപ്പമല്ലത്. നമ്മൾ ചില സബ്ജക്റ്റുകൾ അങ്ങനെയാണ്, കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ ചിരിപ്പിക്കാൻ പറ്റില്ല. ചിലതിൽ നല്ലപോലെ ചിരിപ്പിക്കാൻ പറ്റും. പക്ഷേ ഇതിൽ വിചാരിച്ച പോലുള്ളൊരു ചിരി കിട്ടിയില്ല. സാരമില്ല, അടുത്ത പ്രാവശ്യം നിങ്ങൾ നല്ലപോലെ വന്ന് ചിരിപ്പിക്കും എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ജഡ്ജസ്. പ്ലീസ്, എന്താണ് ഇവർക്ക് കൊടുക്കുന്ന സ്കോർ? ഞാനൊരു 4000 രൂപ കൊടുക്കാണ്. 4000. ചേട്ടാ? 5000. ഇൻ ടോട്ടൽ 9000 രൂപയാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. ചേട്ടാ, മക്കൾക്ക് ഞാൻ എൻ്റെ കൊടുക്കുന്നതാ 50,000. 15,000 രൂപയാണ് ലഭിച്ചിരിക്കുന്നത്. ലിറ്റിൽ സൂപ്പർ സ്റ്റാർസ്
അപ്പൊ താങ്ക് യു ചക്രാസ്, താങ്ക് യു സോ മച്ച്, ബൈ. പുതിയ എപ്പിസോഡും പുതിയ സ്കിറ്റും ഒക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് ചിരിയും എന്റർടൈൻമെന്റും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. Till then, this is me Meenakshi Sudesh signing off from Flowers Comedy. ഇത് ഐറ്റം വേറെ. തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം.